നമസ്കാരം. കർണാടകയിലെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കഴിഞ്ഞു. അവിടെ കിട്ടിയ ഓഫർ 5 ലക്ഷം കോടി രൂപയുടേതാണ്. നമുക്ക് ഒരു എത്ര പ്രതീക്ഷിക്കാം? ഇന്നത്തെ സെല്ലിംഗ് കമന്ററി ആരംഭിക്കുന്നു. കേരളം ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് പ്രഖ്യാപിച്ചതോടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ആ വഴിയെ പിന്തുടർന്നു. ഇപ്പൊ തന്നെ വെസ്റ്റ് ബംഗാളിലെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടായിരുന്നു കർണാടകയുടേത് അവർക്ക് കിട്ടിയത് 5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത്ഭുതപ്പെട്ടു പോകുന്നു കണ്ടു കഴിയുമ്പോൾ. കർണാടക സ്റ്റേറ്റ് ഗെറ്റ്സ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ്, attracts rupees 5 lakh crore on day 1. ആദ്യ ദിവസം തന്നെ 5 ലക്ഷം കോടി രൂപയുടെ ഓഫറുകളാണ് വന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസത്തെ അതിന് പിന്നാലെ എല്ലാം വമ്പൻ കമ്പനികളാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വികാരമാണ് തോന്നുന്നതെന്ന് അറിയില്ല. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് JSW ഗ്രൂപ്പ് ഡയറക്ടർ സജ്ജൻ ജിൻഡാൽ announced an investment of over 1 lakh crore with plans to expand the conglomerate's operations in the state. സ്റ്റീൽ മേഖലയാണ് ജിൻഡാലിൻ്റെത്. പ്രധാനമായും സ്റ്റീലാണ് അവരുടെ ഉൽപ്പന്നം. രാജ്യത്തിന്റെ പല ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. 1 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കർണാടകയിൽ അവർ നടത്താൻ പോകുന്നത്. തൊട്ടു പിന്നാലെ വരുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് pledged rupees 50,000 crore for renewable energy projects and rooftop solutions across Karnataka. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തമ്പിടിച്ചിരിക്കുകയാണ് കർണാടകയിൽ. വരുന്നുണ്ട് ഓരോ പേരുകൾ കേൾക്കുമ്പോൾ ഇവരൊക്കെ ഒന്നും പറയുന്നില്ല. നമ്മൾ പറയാറുണ്ടല്ലോ കരിനാക്കുകൊണ്ടൊന്നും പറയാൻ പാടില്ല എന്ന്. നമ്മുടെ ഇവിടെയും 2 ആഴ്ചക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് വരികയല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ തൊട്ടടുത്ത് കർണാടകയിൽ വരുന്നത് കാണുമ്പോൾ അതിന്റെ ഒരു 100 അംശമെങ്കിലും ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ടാറ്റ പവറിന് പിന്നാലെ റിന്യൂ പവർ ഓൾസോ കമ്മിറ്റഡ് rupees 50,000 crore ഫോർ സെറ്റിംഗ് അപ്പ് 4 gigawatt ഓഫ് റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ്. നമ്മളിവിടെ ഒരു 1000 കോടി 2000 കോടി എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് മലർക്കുകയാണ്. ഇവിടെ എന്താ പറയുന്നത്? 50,000 കോടിയുടെ 2 ഓഫർ വന്നു കഴിഞ്ഞു. 1 ലക്ഷം കോടിയുടെ ആദ്യത്തെ ഓഫർ വന്നു കഴിഞ്ഞു. ഇനിയും വരുന്നുണ്ട്. സെറന്റിക്ക റിന്യൂവബിൾസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അനൗൺസ്ഡ് an additional rupees 43,975 crore in the sector steel. One was from Baldota Steel and Power Limited amounting rupees 54,000 crore for an integrated steel plant. ഇതെല്ലാം കൂടെ കർണാടകയിൽ വയ്ക്കാൻ അവർക്ക് സ്ഥലമുണ്ടോ? ഇത്ര അധികം കമ്പനികൾ, ഇത്ര അധികം കോടികൾ, 50,000 കോടികൾ, ഇത്ര അധികം സ്ഥലം കർണാടകയ്ക്ക് ഉണ്ടോ കൊടുക്കാൻ? എങ്ങനെയാണ് അവരിതൊക്കെ മാനേജ് ചെയ്യുന്നത്? നമ്മളിതൊക്കെ ഒന്ന് പോയി കാണേണ്ടതല്ലേ? ഇത്രയും കോടികൾ, എത്രയോ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. പിന്നെയും ഇത്രയും അവർ അനൗൺസ് ചെയ്യാണ് വീണ്ടും. നമ്മുടെ ഇവിടെ ഇടയ്ക്ക് കേട്ടിരുന്നല്ലോ, മഹീന്ദ്രയുടെ ഇലക്ട്രിക് വെഹിക്കിൾ തിരുവനന്തപുരത്ത് ഉൽപാദനം തുടങ്ങാൻ പോകുന്നു എന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞിരുന്നു. പിന്നെ മന്ത്രി അതങ്ങ് മറന്നു. ഇതെല്ലാം കേൾക്കാനും മറക്കാനും പിറന്നവരാണല്ലോ കേരളീയർ. ഇവിടെ മഹീന്ദ്ര, ദ മഹീന്ദ്ര ഗ്രൂപ്പ് ഇസ് പ്ലാനിങ് ഓൾമോസ്റ്റ് rupees 40,000 crore ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു കർണാടക ഇൻ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്. വിശദീകരിക്കണ്ടല്ലോ, ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം എണ്ണി പറഞ്ഞ് പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. 40,000 കോടി രൂപയാണ് അവര് ചെലവഴിക്കുന്നത്. മഹീന്ദ്ര ലൈഫ് സ്പേസസ് 5,000 കോടിയും 6,000 കോടിയുടെയും പ്രൊജക്ട് ഉണ്ട്. അവരുടെ തന്നെ ടൂറിസം മേഖലയിൽ അവര് 1,000 കോടി രൂപയുടെ പ്രൊജക്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് മഹീന്ദ്രയുടെ
40,000 കോടി രൂപയുടെ പ്രൊജക്ട്. ഇനി രണ്ടാം ദിവസത്തെ വരുന്നു. ആദ്യത്തെ തന്നെ നമുക്ക് വയറ് നിറഞ്ഞല്ലോ. 5 ലക്ഷം കോടി രൂപയുടെ ഓഫർ ആയിരുന്നു ആദ്യത്തത്. ഇപ്പോൾ രണ്ടാം ദിവസത്തത് 15 Japanese companies committed investments to the state and signed MOUs worth rupees 7,500 crore. അത് ചില്ലറക്കാരൊന്നുമല്ല. ടൊയോട്ട കിർലോസ്കർ മോട്ടോർ 3,748 കോടി. ഹിറ്റാച്ചി കൺസ്ട്രക്ഷൻ മെഷീനറി 600 കോടി. ഒരുമാതിരിപ്പെട്ട ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ കർണാടകയിൽ വന്നു, ബാംഗ്ലൂരിൽ വന്നു. അതുകൊണ്ട് നമ്മൾ വിഷമിക്കുന്നില്ല. നമ്മൾ ഫെബ്രുവരി മാസം അവസാനം നമ്മളും ഇത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന നമുക്ക് ഇപ്പൊ തന്നെ കിട്ടി. അവര് 5 ലക്ഷമാണ് പറയുന്നതെങ്കിൽ നമുക്കും വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മളും പ്രഖ്യാപിച്ചു 50,000. എന്താണ്? മുൻഗണന റേഷൻ കാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. നിങ്ങൾ 5 ലക്ഷം കോടിയോ 50,000 കോടിയോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കുമുണ്ട് ഒരു 50,000. എത്രയോ കാലമായിട്ടാണ് നമ്മൾ ഈ റേഷൻ കാർഡും മുൻഗണനയും BPL-ഉം ഇതൊക്കെ എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നു. ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ്. 2025 50,000 റേഷൻ കാർഡുകൾ. ഇതാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ 50,000 ലക്ഷവും കോടിയൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമുക്കും പിടിച്ചു നിൽക്കണ്ടേ? നമ്മളും കൊടുക്കുന്നു 50,000 റേഷൻ കാർഡ്. ഇതാണ് കേരളത്തിന്റെ പരിതാപകരമായ, ദയനീയമായ കേരളത്തിന്റെ ചിത്രം.